തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിഷയീഭവിപ്പിക്കുന്ന വേദവാക്യം 43 സങ്കീർത്തനം 3 വാക്യം. നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. ദൈവത്തിൽ നിന്നുള്ളതായ പ്രകാശവും സത്യവും നമുക്ക് ലഭിക്കുമ്പോൾ നാം ഒരു നിത്യമായ പ്രകാശത്തിൽ നടക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ വിവേകത്തോടൊപ്പം വിനയത്തിൽ കൂടി സഞ്ചരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. യേശുക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നമ്മുടെ ജീവിതത്തിലെ വിനയത്തിന് 2 മുഖങ്ങളുണ്ട്. ഒന്ന് ദൈവത്തോടുള്ള ബന്ധത്തിലും മറ്റത് അന്യരോടുള്ള ബന്ധത്തിലുമാണ്. ആദ്യത്തേത് ദൈവത്തിലേക്ക് നമ്മുടെ ദൃഷ്ടികളെ ഉയർത്തുവാൻ പ്രേരിപ്പിക്കുന്നു. രണ്ടാമത്തേത് മറ്റുള്ളവരുടെ മുമ്പാകെ നമ്മുടെ തലകളെ വണക്കുവാനും നമുക്ക് സാധിക്കുന്നു. ലിയോ ടോൾസ്റ്റോയ് ദൈവ സമക്ഷവും മനുഷ്യരോടും സദാ വിനീതനായിരുന്നു. ശിഹാതമ്പുരാനെ നാം ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹം ഗുരുവും നാഥനുമായവൻ അന്ത്യരാത്രിയിൽ പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാൻ തക്കവണ്ണം വിനീതനാകും. നമ്മുടെ ജീവിതത്തിൽ വിനീതനാകുക എന്നുള്ളത് ദൈവത്തിൽ നിന്നുള്ളതായ പ്രകാശത്തിൻ്റെ ഒരു അനുഭവമാണ് എന്നുള്ളതിൽ സംശയമില്ല. നമ്മുടെ ബന്ധങ്ങൾക്ക് മധുരമുണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവാംശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ബന്ധങ്ങൾക്ക് മധുരമുണ്ടാകുന്നത്. ആഫ്രിക്കൻ കവി ഇപ്രകാരം പറയുന്നു, അവർ സ്മൈൽസ് ഹാവ് ബിക്കം ടേസ്റ്റ്ലെസ്. നമ്മുടെ ചിരികൾക്ക് രുചിയില്ലാതെ ആയിരിക്കുന്നു എന്ന്. നമ്മുടെ രുചിയുള്ള ചിരികൾ ചിരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവാംശം ഉണ്ടാവുകയും വിനയത്തിൻ്റെ ഭാവം നമ്മെ ഭരിക്കുകയും ചെയ്യുമ്പോഴാണ് നടക്കുന്നത്. ദൈവത്തിൻ്റെ പ്രകാശം നമ്മിൽ ഉള്ളപ്പോൾ നല്ല ഒരു പ്രകാശം നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ഒരു ചെറിയ കൊച്ചു പെൺകുട്ടി വലിയപ്പനോടും വലിയമ്മയോടും ഒപ്പം തൻ്റെ മാതാപിതാക്കളോടൊപ്പം ലിങ്കൺ മ്യൂസിയം കാണാനായി അമേരിക്കയിൽ പോയി. അമേരിക്കയിൽ ചെന്ന മാത്രയിലാണ് അവർ ലിങ്കൺ മ്യൂസിയം കാണാനായിട്ട് പോയത്. ലിങ്കൺ മ്യൂസിയം എല്ലാം കയറി കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ രാവിലെ 11 മണി സമയമായിരുന്നു. പക്ഷെ അവിടുത്തെ LED ലൈറ്റുകളെല്ലാം ഓണാക്കിയിരുന്നു. എല്ലാ കാര്യങ്ങളും കയറി കണ്ടു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ വലിയപ്പച്ചൻ കുഞ്ഞിനോട് ചോദിച്ചു, മകളെ, കുഞ്ഞിന് ഈ ലിങ്കൺ മ്യൂസിയം കണ്ടിട്ട് എങ്ങനെ തോന്നി എന്ന് ചോദിച്ചു. നല്ലതായിരിക്കുന്നു അപ്പച്ച, ഇതെന്തൊരു അപ്പച്ചനാണ് എന്നും കൂടി ആ കുഞ്ഞ് കൂട്ടിച്ചേർത്തു. അതെന്താണ് മകളെ എന്ന് വലിയപ്പച്ചൻ ചോദിച്ചപ്പോൾ 4 വയസ്സുകാരിയായ കുട്ടി പറഞ്ഞു, മമ്മി, ലിങ്കൺ അപ്പച്ചൻ ലെഫ്റ്റ് ദ ഹൗസ് ലീവിങ് ദ ലൈറ്റ്സ് ഓൺ. ലിങ്കൺ ലെഫ്റ്റ് ദ ഹൗസ് ലീവിങ് ദ ലൈറ്റ്സ് ഓൺ. അതെ, മഹാത്മാക്കൾ അവിടെ നിന്ന് പോകുമ്പോഴും വിടവാങ്ങുമ്പോഴും അവരായിരിക്കുന്ന സ്ഥലത്ത് ഒരു വലിയ പ്രകാശം ബാക്കി നിർത്തിയിട്ടാണ് പോകുന്നത്. ഈ വലിയ പ്രകാശം നമ്മിലേക്ക് എത്തുന്നത് ദൈവത്തിൽ നിന്നാണ്. നമ്മിലെ വസിക്കുന്നതായ ദൈവാംശമാണ്. അതാണ് സങ്കീർത്തനക്കാരൻ നമ്മെ ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നത്. പ്രത്യേകമായി ദൈവത്തിൻ്റെ പ്രകാശം നമ്മിൽ ആയിരിക്കുവാനും അത് പകരുവാനും തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശുഭദിനം.